Reinforcement contingencies. Reinforcement contingencies are possible outcomes that an individual may experience as a result of his or her behaviors. The four types of reinforcement contingencies that can affect individuals in an organization settings are positive reinforcement, avoidance, punishment, and extinction. Positive reinforcement is a method of strengthening behavior. It's a reward or positive outcome after a desired behavior is performed. When a manager observes an employee is doing a good job and offers praise, then this praise helps in positive reinforcement of behavior. Other positive reinforcers include pay, promotion, rewards, awards, etc. The other reinforcement contingency that can strengthen desired behavior is avoidance. This occurs when an individual chooses certain behavior in order to avoid unpleasant consequences. For instance, an employee may come to work on time to avoid criticism. Punishment. Punishment is used by some managers to weaken undesired behaviors. The logic is that unpleasant consequences will reduce an undesirable behavior again. For example, punishment will fine for late coming. റീഇൻഫോഴ്സ്ഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ബിഹേവിയറിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന പോസിബിൾ ഔട്ട്കത്തിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. 4 ടൈപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടിൻജൻസീസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇൻഡിവിജ്വൽസിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അവോയ്ഡൻസ് ഉണ്ട്, പണിഷ്മെൻ്റ് ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കത്തിനുള്ള റിവാർഡിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പോസിറ്റീവ് ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന റിവാർഡ്സാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ വരുന്നത്. ഒരു എംപ്ലോയി നന്നായി ഒരു ജോബ് പെർഫോം ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു പ്രൈസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ പ്രമോഷൻ കൊടുക്കുക, അവാർഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആവുന്ന സമയത്ത് അൺഡിസൈർഡ് ബിഹേവിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്നതാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഈ അൺഡിസൈറബിൾ ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന എന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അവോയ്ഡൻസ് ആണ്. അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ചില ബിഹേവിയർ അവോയ്ഡ് ചെയ്യണം, അൺപ്ലസൻറ്റ് കോൺസിക്വൻസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബിഹേവിയർ അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അതായത് ലേറ്റായിട്ട് വരുന്ന ആൾ ഏർലി ടൈമിൽ വരിക, അതായത് ക്രിറ്റിസിസംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലി ടൈമിൽ വരിക, ലേറ്റ് ബിഹേവിയർ അവോയ്ഡ് ചെയ്യുന്നതിന് അങ്ങനെയുള്ളൊരു ബിഹേവിയറിനെയാണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു വീക്കൻ ബിഹേവിയർ especially that has previously been rewarded. When an employee tells a vulgar joke and the boss laughs, the laugher reinforces the behavior and employee may continue to tell similar joke. But simply ignoring this behavior and not reinforcing it, the boss can cause the behavior to subside, which eventually becomes extinct. Extinction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ previously ഒരു ബിഹേവിയറിന് നമ്മൾ പ്രൈസിൽ കൊടുത്തു അല്ലെ റിവാർഡ് ചെയ്തു. റിവാർഡ് ചെയ്ത സമയത്ത് ആ ബിഹേവിയർ ആക്ച്വലി അതത്ര നല്ല ബിഹേവിയർ അല്ലായിരുന്നു. എന്നിരുന്നാലും നമ്മൾ അതിനെ അപ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എംപ്ലോയി ആ ബിഹേവിയറിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയർ ഒഴിവാക്കാൻ വേണ്ടുന്നതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വൾഗർ ജോക്ക് പറഞ്ഞ ഒരു എംപ്ലോയി മാനേജേഴ്സിനോട്
ഒരു എംപ്ലോയി മാനേജറിനോട് ഒരു സമയത്ത് ഒരു വൾഗർ ജോക്ക് പറയുകയും ആ ജോക്കിനെ മാനേജർ ചിരിക്കുകയും ചെയ്തു. പിന്നെ എപ്പോഴും മാനേജർ കാണുന്ന സമയത്ത് എംപ്ലോയി ഈ ടൈപ്പ് ജോക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ബിഹേവിയർ ഇഗ്നോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. Positive reinforcement and punishment are most common reinforcement contingencies practiced by organization. Most managers prefer judicious use of positive reinforcement and punishment. Avoidance and extinction are generally used only in specialized circumstances. സാധാരണ പോസിറ്റീവും പണിഷ്മെൻറ്റും ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് ഓർഗനൈസേഷൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അവോയ്ഡൻസും എക്സിസ്റ്റൻ സ്ട്രാറ്റജീസും ഒക്കെ സ്പെഷ്യലൈസ്ഡ് സർക്കംസ്റ്റാൻസസിൽ മാത്രമേ ഓർഗനൈസേഷൻ യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ മാനേജേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. ന്യൂ അപ്രോച്ചസ് ടു മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷൻ, അതിൽ വരുന്നതാണ് ഗോൾ സെറ്റിംഗ് തിയറി. This approach to motivation has been pioneered in USA by Edwin Locke and his associates in 1960s and refined in 1980s. Goal setting theory suggests that managers and subordinates should set goals for an individual on regular basis as suggested by MBU. These goals should be moderately difficult and very specific and type of that an employee will accept and make commitment to accomplish them. Reward should be tied directly to accomplished goals. When involved in goal setting, employees see how their effort will lead to performance, rewards and personal satisfaction. Goal setting theory പറയുന്നത് മാനേജേഴ്സും സബോർഡിനേറ്റും ഒരുമിച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഡിവിജ്വൽ ഗോള് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ, അതായത് ഒരു ഇൻഡിവിജ്വലിനും എത്രത്തോളം ആണ് എന്ത് ഒബ്ജക്റ്റീവാണ് അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ളത് മാനേജേഴ്സും സബോർഡിനേറ്റും കൂടി റെഗുലർ ബേസിൽ സെറ്റ് ചെയ്യണം. MBO പറയുന്നത് പോലെ തന്നെ. MBOയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. മാനേജേഴ്സും സബോർഡിനേറ്റും ഒരുമിച്ച് ഒരു എത്രയാണോ വർക്കേഴ്സിൻ്റെ അടുത്തുനിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഗോൾ എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഗോൾ എന്താ ചെയ്യുന്നത്, ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ അത് സ്പെസിഫിക്കുമായിരിക്കും. ആ എംപ്ലോയിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റണം, അതുപോലെ തന്നെ കമ്മിറ്റ് ചെയ്യാനും പറ്റണം. അതായത് ഈ സെറ്റ് ചെയ്യുന്ന ഗോൾ എംപ്ലോയിക്ക് അച്ചീവ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം, സ്പെസിഫിക് ഗോളായിരിക്കണം, പിന്നെ അവർക്ക് അതിനോട് കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കണം. ഈ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് റിട്ടേൺ ആയിട്ട് ഔട്ട്കം അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് ഉണ്ടാവണം. വെൻ ഇൻവോൾവ് ഇൻ ഗോൾ സെറ്റിങ്സ്, എംപ്ലോയീസും കൂടി ഗോൾ സെറ്റിങ്ങിൽ ഉണ്ടാവുന്ന സമയത്ത്, മാനേജേഴ്സിൻ്റെ കൂടെ എംപ്ലോയിയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവാൻ പറ്റും എത്രത്തോളം പെർഫോം ചെയ്തിട്ട്, എത്രത്തോളം എഫേർട്ട് വേണം ബെറ്റർ പെർഫോമൻസിന്, അത് അവർക്ക് റിവാർഡ് കിട്ടാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കും, ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവർക്കതിന് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഗോൾ സെറ്റിംഗ് തിയറിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗോൾസ് ഫിക്സ് ദി നീഡ്സ് ഓഫ് റിസോഴ്സസ് ആൻഡ് എഫേർട്സ്. It increases performance. Difficult goals result in higher performance than easy job. Better feedback of results lead to better performance than lack of feedback. Participation of employees in goal has mixed result. Participation of setting goal, however, increases acceptance of goal and involvement. Goal setting theory has defined two factors which influences the performance. These are given below: goal commitment and self-efficiency. The mere act of goal setting does not ensure high level of motivation among employees. In fact, there seems to be three important criteria that goal must meet if they are to influence the behavior of organization members. They are goal specificity, goal difficulty and goal acceptance. സ്പെസിഫിക് ഗോള് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓരോ റിസോഴ്സസിൻ്റെയും നീഡ്സ് എന്തൊക്കെയാണ്, എഫേർട്ട് എത്രത്തോളം വേണമെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗോൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഡിഫിക്കൽട്ട് ഗോൾ ആവുന്ന സമയത്ത് അവർ ഹയർ പെർഫോം ചെയ്യും. ഇതിൽ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എംപ്ലോയീസിന് ഇങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾ സെറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു മിക്സഡ് റിസൾട്ടാണ്. പാർട്ടിസിപ്പേഷനിൽ അവർ ഇൻവോൾവ് ചെയ്യിക്കുന്ന സമയത്ത് അത് ആക്സെപ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുന്നുണ്ട്. ഇത് ഗോൾ സെറ്റിംഗ് തിയറിയിൽ 2 ഫാക്ടേഴ്സാണ് പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്ന്, ആ ഗോളിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. രണ്ടാമത്, സെൽഫ് എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യും. അതായത് വെറും ഈ ഗോൾ സെറ്റ് ചെയ്തത് കൊണ്ട് മാത്രം എംപ്ലോയീസിന് ഹയർ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഉണ്ടാവില്ല. 3 കാര്യങ്ങളും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഗോൾ സ്പെസിഫൈ ചെയ്യണം, ഗോൾ ഡിഫിക്കൽറ്റി എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കണം, ആ ഗോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. Goal specificity. Goal must be stated in specific terms if they are motivate effectively performance. Goal must be set in terms of measurable criteria of work performance, that is number of unit produced, new sales, etc., and must specify a time period within which the goal is to be attained. It also gives a sense of personal satisfaction and accomplishment to workers if he is able to meet specific goal. അതായത് ഗോള് സ്പെസിഫൈ ചെയ്യണം, മെഷർ ചെയ്യാൻ പറ്റണം. ആ ഗോളിൽ പെർഫോമൻസിൻ്റെ ബേസിൽ മെഷർ ചെയ്യാൻ പറ്റണം. അതായത് ഒരു വർക്കറിന് ഒരു പർട്ടിക്കുലർ ഗോൾ കൊടുക്കുന്ന സമയത്ത് അത് ഒന്നല്ലെങ്കിൽ ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാകാം, അല്ലെങ്കിൽ ഇത്രത്തോളം സെയിൽസ് അച്ചീവ് ചെയ്യണം, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളതൊക്കെ ആവാം. ആ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ ആ ഗോള് അച്ചീവ് ചെയ്യുകയും വേണം. ഇത് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് വർക്കേഴ്സ് ആ ഗോള് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അത് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ഗോൾ ഡിഫിക്കൽറ്റി ചാലഞ്ച്. There exists a relationship between goal difficulty and work motivation. The more difficult and challenging the goal is, higher level of motivation and high performance. However, it is essential that goals are set at realistic levels. Goals that are very difficult to achieve are unable to motivate since it beyond the capacity of concerned individual. അതായത് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അച്ചീവബിൾ അല്ലാത്തൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് ചിലപ്പോൾ വർക്കേഴ്സിന് അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളില്ല. അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്താവുന്ന സമയത്ത് അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഡിഫിക്കൽട്ട് ഗോളാവുന്ന സമയത്ത് അത് കുറച്ചുകൂടി വർക്കേഴ്സിന് ചാലഞ്ച് ആയിരിക്കും. അതാണ് ഹയർ ലെവൽ ഓഫ് മോട്ടിവേഷനും പെർഫോമൻസും ഒക്കെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അച്ചീവബിൾ ഗോൾസ് ആവണം വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഡിഫിക്കൽട്ട് ഗോൾഡ് ആണെങ്കിലും ആ ഡിഫിക്കൽട്ട് ഗോൾ എപ്പോഴും അച്ചീവബിൾ ആവണം. ഗോൾ ആക്സെപ്റ്റൻസ് ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ്. എ ഗോൾ മസ്റ്റ് ബി internalized by an individual. In other words, the person has to feel some personal ownership of the goal and must have commitment to achieve it. അതായത് ആ പേഴ്സൺ ആ ഗോൾ ആക്സെപ്റ്റ് ചെയ്യണം, അത് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു പേഴ്സണൽ ഇതെൻ്റെതാണ്, ഈ ഒബ്ജക്റ്റീവ് ഞാൻ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ആ ഇൻഡിവിജ്വലിന് ഉണ്ടാവണം. Goal setting in practice. The most obvious implication of goal setting theory is that managers should be helping subordinates to set goals that are specific and reasonably difficult so that subordinates accept and internalize them as their own goals. Besides this, there are number of issues that arises in implementing goal setting in practice. Though specificity of goal is essential and measurability is desirable, it should not affect an identifying meaningful and valid objective of goal attainment. Manager can stimulate goal acceptance in at least 3 ways: by involving subordinate in goal setting process, by demonstrating a supportive attitude and approach toward his subordinate, by assessing various rewards to the achievement of goals.
Management by objective is a managerial technique for improving motivation and performance using goal setting principles. ഗോൾ സെറ്റിംഗ് തിയറിയിൽ നമ്മൾ മോസ്റ്റ് ഒബ്വിയസ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാനേജേഴ്സ് സബോർഡിനേറ്റിന് ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഗോള് സ്പെസിഫിക് ആയിരിക്കണം. ചെറിയൊരു ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും അത് സ്പെസിഫിക് ആയിരിക്കണം. സബോർഡിനേറ്റ്സ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടേതാണ് ആ ഗോൾ എന്നുള്ള വിശ്വാസത്തിൽ അവർ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വർക്ക് ചെയ്യണം. പിന്നെയെന്ന് പറയുന്ന സമയത്ത് ആ ഗോള് മെഷർ ചെയ്യാൻ പറ്റണം. അതായത് വർക്കേഴ്സ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. മാനേജേഴ്സിന് ഗോൾ സെറ്റിംഗ് തിയറി സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഗോൾ ആക്സെപ്റ്റൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനെ ഈ ഗോൾ സെറ്റിങ്ങിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിക്കാം. അതല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് സബോർഡിനേറ്റിന് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സബോർഡിനേറ്റ്സിന് റിവാർഡ്സ്, അതുപോലെ തന്നെ കുറേ എന്തെങ്കിലും പ്രൈസസൊക്കെ ഈ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ MBO ആണ് ഗോൾ സെറ്റിംഗ് തിയറിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്നുണ്ട്. MBOയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, വർക്കേഴ്സിന് മാനേജേഴ്സും ടുഗദറാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ സെറ്റ് ചെയ്യുന്നത്. എത്രത്തോളം റിസൾട്ടാണ് അവർ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഗോൾ സെറ്റിംഗ് തിയറിയിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് MBO അപ്രോച്ചാണ്. Japanese approaches to motivation. Japanese approaches to motivation has gained increasing popularity around the world during past few years. This approach is rather a philosophy of management than a theory or model. The basic tenet of Japanese approach is that managers and workers should perform together as partners, since both of them see themselves as one group. All members are committed and motivated to work in the best interest of an organization. No one is called an employee. Instead, everyone is a team member, team leader or coach, and everyone owns the share of the organization. Like goal setting the Japanese approach is likely to become more common in business throughout the world. By stepping along with the above concept, set theory was introduced by William Uchi in his book The Set Theory. ജപ്പാനീസ് മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ മാനേജേഴ്സിനെയും വർക്കേഴ്സിനെയും പാർട്ട്നേഴ്സായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരൊരു ഗ്രൂപ്പായിട്ടാണ് ഈ വർക്ക് പെർഫോം ചെയ്യുന്നത്. സോ അവർ ആ ഗ്രൂപ്പിനെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യും. അവിടെ എംപ്ലോയീസിനില്ല, ആരെയും എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. എല്ലാവരും ഒരു ടീം മെമ്പറോ അതല്ലെങ്കിൽ കോച്ചൊക്കെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആ ഓർഗനൈസേഷൻ്റെ ഷെയറിൽ എല്ലാവർക്കും ഓണർഷിപ്പ് ഉണ്ടാവും. ഇങ്ങനെ എംപ്ലോയീസില്ലാതെ, അതായത് എല്ലാവരെയും ഒരു മെമ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ നിൽക്കും ഓർഗനൈസേഷനിൽ. ആ റിസൾട്ട് അതുകൊണ്ടാണ് ഈ ജപ്പാനീസ് തിയറിൻ്റെ ബേസിൽ വില്യം യൂച്ചി സെറ്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എൻഹാൻസിങ് മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷനിൽ മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഹ്യൂമനൈസ് ദി വർക്ക് എൻവയോൺമെൻറ്റ്, റെസ്പെക്ട് ദി നീഡ് ടു ട്രീറ്റ് ഈച്ച് എംപ്ലോയി ആസ് എൻ ഇൻഡിവിജ്വൽ, publicize both short-term and long-term organizational goals, encourage personal and departmental goal setting, promote from within, it creates for morale and simplifies hiring procedures, use incentive programs, inducing the feeling that if you are creative enough you won't have to rely on expensive financial bonuses, establish appropriate deadlines. Every project should have deadline. Be liberal with the price. It's almost impossible to overprice and easy to underprice. Be consistent in your own work and in your relation with others. Show a personal interest in people who work for you.
Relations are always smoother between people who know each other on personal basis than relation between people who merely want something from each other. Admit mistake. People will respect you for it and will be less likely to hide their own mistake. Don't whitewash unpleasant assignments. Prepare subordinate for unpleasant assignments well in advance and offer what supports you can. ഒരു മാനേജർ വർക്ക് എൻവയോൺമെൻറ്റ് മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഹ്യൂമനൈസ് ദി വർക്ക് എൻവയോൺമെൻറ്റ്. അതായത് എല്ലാ എംപ്ലോയീസിനെയും ഒരു ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് റെസ്പെക്റ്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഓർഗനൈസേഷൻ ഗോൾസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അവൈലബിൾ ആകണം. അതുപോലെ തന്നെ പേഴ്സണൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ഗോളുകൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇൻസെൻറ്റീവ്സ് പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻസെൻറ്റീവ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വർക്കേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ക്രിയേറ്റീവ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബോണസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അവരെ ഇൻഫോം ചെയ്യണം. പ്രൊമോട്ട് ഫ്രം വിത്തിൻ. അതായത് നമ്മൾ വർക്കേഴ്സിനെയൊക്കെ എടുക്കുന്ന സമയത്ത് പ്രൊമോഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് വിത്തിൻ ദി ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ആവണം ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അത് അവർക്ക് മോറയിലൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. പിന്നെ ഓരോ പ്രോജക്റ്റിനും അപ്രോപ്രിയേറ്റ് ഡെഡ് ലൈൻ ഡേറ്റുകളൊക്കെ കൊടുക്കണം. പിന്നെ വർക്കേഴ്സ് ആയിട്ട് കൺസിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. വർക്കുമായിട്ട് കൺസിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മറ്റുള്ള വർക്കേഴ്സുമായിട്ടൊക്കെ ഉണ്ടാവണം. അത് നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മിസ്റ്റേക്കുകൾ അഡ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള അസൈൻമെൻറ്റൊക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അതൊക്കെ മീറ്റ് ചെയ്യാൻ എംപ്ലോയീസിനെ എപ്പോഴും പ്രിപ്പയർ ചെയ്യണം. അതുപോലെ അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടുകൾ ആ സമയത്ത് മാനേജേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. മാനേജീരിയൽ അപ്രോച്ചസ് ഫോർ ഇംപ്രൂവിങ് മോട്ടിവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ അപ്രോച്ചസ് ആണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സിനെ മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേഷനിൽ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുക. MBO അതായത് ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുക. ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക. ജോബ് ഡിസൈൻ ചെയ്യുക. ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കാം. ടു അപ്രോച്ച് ഹൗ ഹാവ് ബീൻ എസ്പെഷ്യലി ഇഫക്റ്റീവ് ലിങ്കിങ് പേ ടു ലോഡ് പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം. Pay and job performance. Pay often can be used to motivate employee performance, but a pay plan also must be able to do the following task. Create the belief that good performance lead to high level of pay. Minimize negative consequences of good performance and create conditions in which rewards other than pay are evaluated as related to good performance. അതായത് പേയും പെർഫോമൻസും തമ്മിൽ റിലേഷൻസ് ഉണ്ട്. ഒരു പേ പ്ലാൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് കാര്യങ്ങളൊക്കെ നോക്കണം. ഗുഡ് പെർഫോമൻസിന് ഗുഡ് പേ കിട്ടും. അതുപോലെ തന്നെ ഗുഡ് പെർഫോമൻസിൻ്റെ നെഗറ്റീവ് കോൺസിക്വൻസസ് ഒക്കെ മിനിമൈസ് ചെയ്യണം. ക്രിയേറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് റിവാർഡ്സ് അതർ ദാൻ പേ ആർ ഇവാലുവേറ്റഡ് ആസ് എ റിലേറ്റഡ് ടു ഗുഡ് പെർഫോമൻസ്. അതുപോലെ തന്നെ ഗുഡ് പെർഫോമൻസ് ആവുന്ന റിവാർഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യണം. ഗുഡ് പെർഫോമൻസിൻ്റെ ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യണം. Quality work life programs. Quality work life is defined as an attempt through a formal program to integrate employees' needs and well-being with the intention of improved productivity, greater work involvement, and a higher level of job satisfaction. Programs for quality work life improvement range from those requiring minor changes in an organization to those requiring extensive modification in structure, personnel, and utilization of resources. There are 3 types of quality work life programs. ഈ ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാം എന്ന് പറയുന്നത്
ഒരു ഫോർമൽ പ്രോഗ്രാമാണ്. എംപ്ലോയീസിൻ്റെ നീഡ്സും വെൽബീയിങ്ങും ഒക്കെ മീറ്റ് ചെയ്യുക. അത് മീറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഗ്രേറ്റർ ഇൻവോൾവ്മെൻറ്റ് വർക്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഇതിൽ 3 ടൈപ്പാണ് ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാം ഉള്ളത്. ഓർഗനൈസേഷനിൽ ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് മൈനർ ചേഞ്ചും ചില കാര്യങ്ങൾ നടത്തും. ചിലതിൽ എക്സ്റ്റെൻസീവ് മോഡിഫിക്കേഷനും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ നടത്തേണ്ടി വരും. ക്വാളിറ്റി വർക്ക് ലൈഫിൽ വരുന്നതാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. Quality circle are small group of workers who meet regularly with their supervisor as their circle leader to solve the work related problems. Quality circle given an employee an opportunity for involvement, social need satisfaction, participation in work improvement and challenge the opportunity for growth. They are in essence vehicle for providing employees with opportunities to satisfy lower and upper level needs as stated by Maslow through the motivators described in Herzberg's theory. അതായത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അവർ സൂപ്പർവൈസേഴ്സിന് സർക്കിൾ ലീഡേഴ്സ് ആയിട്ട് അസൈൻ ചെയ്യും. അവർ സൂപ്പർവൈസേഴ്സിനെ റെഗുലറായിട്ട് മീറ്റ് ചെയ്യും വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ക്വാളിറ്റി സർക്കിളിലുള്ള സർക്കിൾ ലീഡേഴ്സ് സൂപ്പർവൈസേഴ്സിന് റെഗുലർലി മീറ്റ് ചെയ്തിട്ട് അവരുടെ വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് എംപ്ലോയീസിന് അവരുടെ പ്രോബ്ലംസ് ഒക്കെ സൂപ്പർവൈസേഴ്സിനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യാനും ഒക്കെ മാനേജേഴ്സിന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അവരുടെ നീഡ്സ് അവരുടെ പ്രശ്നങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ലോവർ ലെവൽ മുതൽ അപ്പർ ലെവലിലുള്ള നീഡ്സൊക്കെ ഓർഗനൈസേഷനിലൂടെ അച്ചീവ് ചെയ്യാൻ അവരെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വരുന്നതാണ് ആൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ. ഓർഗനൈസേഷൻ ഓൾസോ ഫ്രീക്വൻ്റ്ലി യൂസ് the modified work week as a way to increase employees motivation. A modified work week can be work schedule that does not conform to a traditional 8 hours a day or 5 days a week format. The modified work week help the individual satisfy higher level needs by providing more personal control over one's work schedule. It also provides an opportunity to fulfill several needs simultaneously. അതായത് ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വർക്ക് ഷെഡ്യൂൾ അല്ലാതെ അതായത് 8 hour വർക്ക് ഷെഡ്യൂളോ അല്ലെങ്കിൽ 5 week ആ ഫോർമാറ്റ് ഒഴിവാക്കിയിട്ട് ഉള്ള ഒരു വർക്ക് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം. ഇത് വർക്കേഴ്സിനെ അവരുടെ വർക്ക് ടൈം കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വർക്ക് ഷെഡ്യൂളൊക്കെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അവരുടെ മറ്റുള്ള നീഡ്സും സൈമൾട്ടേനിയസ്ലി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർക്ക് ഷെഡ്യൂൾ അവരെ ഹെൽപ്പ് ചെയ്യും. Next, job redesign. Job redesign or changing the nature of people's job is also being used more as motivational technique. The idea pursued here that manager can use any of the alternative job rotation, job enrichment as a part of motivational program. Expectancy theory explain the role of work design in motivation. Job redesign എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ജോബിൽ ഒന്നല്ലെങ്കിൽ അഡീഷൻസ് വരുത്തുക. അതായത് അഡീഷൻ വരുത്തുക പറഞ്ഞാൽ ജോബ് എൻലാർജ് ചെയ്യുക, അതല്ലെങ്കിൽ ജോബ് എൻറിച്ച് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസിന് ജോബ് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന് ചെയ്യുന്നതിലൂടെ മോട്ടിവേറ്റ് ചെയ്യാണ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ റെഗുലറായിട്ടുള്ള ജോബ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ആ ജോബ് മീൻസ് ഒരു മടുപ്പുണ്ടാവാനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ജോബ് റൊട്ടേഷൻ ആവുന്ന സമയത്ത് എല്ലാ ജോബിലും അവർക്കൊരു സ്പെഷ്യലൈസേഷനൊക്കെ ലീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ജോബ് റൊട്ടേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ജോബ് എൻലാർജ് ചെയ്യുകയോ എൻറിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് വേജ് ആൻഡ് സാലറി, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ എയ്ഡ് ആൻഡ് റീഇംബേഴ്സ്മെൻറ്റ്, company paid insurance and other financial incentives and assistance. ഇത്രയുമാണ്. പിന്നെ ഇതല്ലാതെ ഫിനാൻഷ്യലായിട്ട് കൊടുക്കുന്ന എല്ലാ
തന്നെ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സാണ്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ആവാം, പാർട്ടിസിപ്പേഷൻ, സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുക, കോമ്പറ്റീഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് ഡിസൈൻ, ക്വാളിറ്റി സർക്കിൾ, ആൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിലായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന ചാപ്റ്ററിൽ പറയുന്നത്.